അലിവിൻ നിറകുടമേ, അഭയം നീ, ആശ്രയവും നീ, കരുണാസാഗരമേ, കരുണാസാഗരമേ. കണ്ണുനീരുമായി ഞങ്ങൾ നിന്റെ മുന്നിലണയുമ്പോൾ, കണ്ണുനീരുമായി ഞങ്ങൾ നിന്റെ മുന്നിലണയുമ്പോൾ, കൈവെടിയരുതേ കന്യാംബികേ, അലിവിൻ സാഗരമേ, അലിവിൻ സാഗരമേ. മനുജകുലത്തിൻ മാതാവേ, ഈ ഭവനത്തിൻ നായകനേ, മനുജകുലത്തിൻ മാതാവേ, ഈ ഭവനത്തിൻ നായകനേ, വേദനയോടെ മുന്നിലണഞ്ഞിവൻ കേഴുകയാണമ്മേ, കേഴുകയാണമ്മേ, അമ്മേ. അലിവിൻ നിറകുടമേ, അഭയം നീ, ആശ്രയവും നീ, കരുണാസാഗരമേ, കരുണാസാഗരമേ. ഹൃദയം നീറും നിൻ സുതരിൽ ആശ്വാസം നീ അംബികയേ, ഹൃദയം നീറും നിൻ സുതരിൽ ആശ്വാസം നീ അംബികയേ, ആപത്തുകളിൽ വീഴാതെന്നും കാക്കണമേ അമ്മേ, കാത്തിടണേ അമ്മേ, അമ്മേ. അലിവിൻ നിറകുടമേ, അഭയം നീ, ആശ്രയവും നീ, കരുണാസാഗരമേ, കരുണാസാഗരമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം
നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിമിഷമാണ്. ജപമാല പ്രാർത്ഥനയിലൂടെ ആരംഭിച്ച് സിസ്റ്റർ പവിത്രയുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സന്ദേശം സ്വീകരിച്ച് ജനിച്ച നാള് മുതൽ കേട്ടു തുടങ്ങിയ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനാ ജപം ഉരുവിട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഒത്തിരി പ്രയാസങ്ങൾ നിറഞ്ഞ വഴിത്താരകളിലൂടെ നടന്നു നീങ്ങിയ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുവാനായി ദൈവം തൻ്റെ ആത്മാവിനെ ഇവിടെ വർഷിച്ചിരിക്കുന്നു. ഈ ആത്മാവ് മുഖാന്തരം നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. അപ്പൊ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉറപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ജനിച്ച നാള് മുതൽ, അതിനും അപ്പുറത്ത് അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന നാൾ മുതൽ അമ്മ ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും അറിയാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളും ഉരുവിട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ആരംഭിച്ച പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇവിടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടു, ധാരാളം കേട്ടിട്ടുണ്ട്, എങ്കിലും വീണ്ടും കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തില് അമ്മ പറഞ്ഞ കാര്യം സിസ്റ്റർ പവിത്ര ഇവിടെ നമ്മളോട് പറഞ്ഞു. മകനെ, അവർക്ക് വീഞ്ഞില്ല, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. ആ കല്യാണ ഭവനത്തിലേക്ക് അമ്മയെയും ശിഷ്യരെയും യേശുവിനെയും ആ വീട്ടുടമസ്ഥൻ ക്ഷണിച്ചിരുന്നു. നമ്മുടെ ഭവനവും എല്ലാ ദിവസവും ആഘോഷങ്ങളുടെ ഭവനമായി തീരണം. എല്ലാ ദിവസത്തെ ആഘോഷങ്ങളിലും പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യണം. രാവിലെ ഉണരുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെ വിളിക്കണം. പരിശുദ്ധ അമ്മേ, അവിടുന്ന് ഇന്ന് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ എന്ന്. അങ്ങനെ വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിലുണ്ടാകും. ഇവിടെ ആ കല്യാണ പന്തലില് ആ ഭവനത്തില് പരിശുദ്ധ അമ്മയുള്ളത് കൊണ്ട് വീട്ടുടമസ്ഥൻ പോലും അറിഞ്ഞില്ല അവര് കരുതി വെച്ചിരുന്ന, അതിഥികൾക്ക് നൽകുവാൻ വേണ്ടി കരുതി വെച്ചിരുന്ന വീഞ്ഞ് തീർന്നുപോയി എന്നുള്ളത്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് നാണക്കേടുണ്ടാകാതിരിക്കാൻ വേണ്ടി അമ്മ തന്റെ പുത്രനോട് പറയുകയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല എന്ന്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തില് നമ്മൾ അറിയാത്ത ധാരാളം കുറവുകൾ നിലനിൽപ്പുണ്ട്. പലപ്പോഴും നമ്മുടെ കഴിവുകൾ കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും നമ്മൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ടും നികത്താൻ കഴിയാത്ത പല കുറവുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ട്. പഠിച്ചത് കൊണ്ടോ, ജോലി വാങ്ങിയത് കൊണ്ടോ, ജോലി ചെയ്ത് ശമ്പളം കിട്ടിയത് കൊണ്ടോ നികത്താൻ കഴിയാത്ത പല മേഖലകളും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ കായിക ശക്തി കൊണ്ടോ, ബുദ്ധിശക്തി കൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക ശക്തി കൊണ്ടോ, ശാസ്ത്രത്തിന്റെ വളർച്ച കൊണ്ട് നേടിയ അറിവ് കൊണ്ടോ, അതിന്റെ ശക്തി കൊണ്ടോ നികത്താൻ കഴിയാത്ത ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രതിസന്ധികളെ അറിയാവുന്ന ഈ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഇടപെടും. അപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടണമെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ക്ഷണിക്കണം. എല്ലാ മേഖലകളിലേക്കും കടന്നു വരുവാൻ പറയണം. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളുടെ കഴിവുകൾക്കും നമ്മുടെ ശക്തിക്കും നമ്മുടെ ബുദ്ധിക്കും അപ്രാപ്യമായ കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു തരും. കാരണം ദൈവം, അതായത് സ്വർഗം, പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനമെന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ മുഴുവനും പരിശുദ്ധ അമ്മയിൽ നിറയ്ക്കുവാൻ വേണ്ടി
യേശുക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരം കടന്നു വന്നതിലൂടെ നമ്മുടെ ഭവനത്തില്, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ യാത്രാവേളകളില്, ജോലി സ്ഥലങ്ങളില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായ, നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തതായ കാര്യങ്ങള് പരിശുദ്ധ അമ്മ തന്റെ പ്രിയപുത്രനോട് പറഞ്ഞിട്ട് സാധിച്ചു തരും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വഴി പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ അമ്മ അവിടെ ഇടപെട്ടപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരോട് പറയാണ്, നീ നല്ല വീഞ്ഞ് അവസാനം വരെ കാത്തു സൂക്ഷിച്ചുവല്ലോ. എല്ലാവരും മറ്റുള്ളവർക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ വീര്യം കുറഞ്ഞ വീഞ്ഞാണ് വിളമ്പുക. എന്നാൽ നീ വീട്ടുടമസ്ഥൻ പറയാണ്, നല്ല വീഞ്ഞ് അവസാനത്തേക്ക് കാത്തുവെച്ചല്ലോ എന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ രുചികളെക്കാളും, എല്ലാ സന്തോഷങ്ങളെക്കാളും, എല്ലാ തരത്തിലുള്ള ആനന്ദത്തെക്കാളും ഉപരിയായ ആനന്ദം പരിശുദ്ധ അമ്മ തരും. ഈ അമ്മ തരിക തന്റെ പുത്രന്റെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങിച്ചു തരും. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് നോക്കി നമ്മൾ നെറുവേർപ്പെടുന്നുണ്ട്, നൊമ്പരപ്പെടുന്നുണ്ട്, കണ്ണുനീരൊഴുക്കുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്, ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി നോവേനകളും പ്രാർത്ഥനകളും ഒക്കെ അർപ്പിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കടന്നു വരുന്നു എങ്കിൽ അമ്മ തന്റെ തിരുക്കുമാരനോട് പറഞ്ഞിട്ട് ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷവും, ഇതുവരെ നേടാത്ത ആനന്ദവും, ഇതുവരെ കണ്ടെത്താത്ത ദൈവിക അനുഭവവും നിന്റെ ജീവിതത്തിൽ പകർന്നു തരും. ഓരോ പ്രഭാതത്തിലും നീ ഉണരുമ്പോൾ നിന്റെ മനസ്സിനെ ഒന്ന് പരിശോധിച്ച് നോക്കുക, എത്രമാത്രം സന്തോഷം നിറഞ്ഞിട്ടാണ് നീ ഉണരുന്നതെന്ന്. പലപ്പോഴും പ്രഭാതത്തിൽ ഉണർന്നു കഴിയുമ്പോൾ പലതരത്തിലുള്ള വ്യതകളാൽ ഞെരുക്കപ്പെട്ട മനസ്സിന്റെ ഉടമയായിട്ടായിരിക്കാം നീ നിന്റെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വരിക. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും തേടുന്നുണ്ടെങ്കിൽ നീ ഓരോ പ്രഭാതത്തിലും നിന്റെ ബെഡിൽ നിന്നും ഉറക്കം തെളിഞ്ഞുണരുമ്പോൾ നിന്റെ ഹൃദയത്തിലെ പുതിയ സന്തോഷത്തിന്റെ, ഇതുവരെ കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ലഭിച്ചതിനേക്കാൾ അധികമായ പുതിയ സന്തോഷത്തിന്റെ, പുതിയ ആനന്ദത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വെച്ചു തരും. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്ന്. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ഈ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തില് നിന്റെ ആകുലതകളുടെയും വ്യാകുലതകളുടെയും വേദനകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ജോലി ഭാരങ്ങളുടെയും ഇടയിൽ നിന്റെ ഹൃദയത്തില് അധിക സന്തോഷമായി വർദ്ധിപ്പിച്ച് തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥവും നീ തേടിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അവസാനത്തേക്കായിട്ട് കാത്തു സൂക്ഷിക്കുക. ഏറ്റവും മധുരമുള്ള വീഞ്ഞ്, ഏറ്റവും ആസ്വാദ്യകരമായ വീഞ്ഞ്, അതിന്റെ ഓർമ്മ, ആ വീഞ്ഞിന്റെ അനുഭവം ആ വ്യക്തിയുടെ മനസ്സിലും സന്തോഷത്തിലും നാവിലെ രുചിയിലും വളരെ വലിയ ആനന്ദമായി തീരും. അപ്പോൾ പരിശുദ്ധ അമ്മയെ ദൈവം നമുക്കായിട്ട് നൽകുമ്പോൾ ദൈവം ഈ അമ്മയെ നൽകുന്നതിന് മുമ്പ് പറഞ്ഞു, നീ എനിക്കെന്നും പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ് എന്ന്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ പ്രിയങ്കരനാണ്, ബഹുമാന്യരാണ്, അമൂല്യരാണ്. അമൂല്യത എന്ന് പറയുമ്പോൾ വില നിർണയിക്കാൻ പറ്റാത്ത അത്രയും മൂല്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളുമെന്ന് അവൻ പറയുകയാണ്. അപ്പോൾ ഇത്രയും വലിയ വിലയുള്ള വ്യക്തികളായി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് യേശുവിന് ജന്മം നൽകിക്കൊണ്ട്, പരിശുദ്ധ അമ്മയിലൂടെ യേശുവിനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം പ്രഖ്യാപിച്ചു, അരുൾ ചെയ്തു, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ് എന്ന്. എങ്ങനെ? യേശു ക്രിസ്തുവിനെ നമുക്ക് വിലയായി നൽകി. അവന്റെ കുരിശു മരണത്തിലൂടെ, അവനെ യാഗമായി കുരിശിൽ അർപ്പിച്ചതിലൂടെ പിതാവിന്റെ ഇഷ്ടം യേശു ക്രിസ്തു സ്വയം ബലിയായി ഏറ്റെടുത്ത് അർപ്പിച്ചതിലൂടെ തന്റെ പുത്രനേക്കാൾ അധികം അമൂല്യമാണ്. മൂല്യം നിർണ്ണയിക്കാൻ പറ്റുകയില്ല. പുത്രനോടൊപ്പം വില നൽകി. പുത്രന്റെ വില എത്രയാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അത് അമൂല്യമാണ്. അത്രയും വില നൽകി നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും വിലയും മൂല്യവുമുള്ള ദൈവത്തിന് ഇത്രയും പ്രിയങ്കരനും പ്രിയങ്കരിയുമായ ബഹുമാന്യനും ബഹുമതിയും അർഹിക്കപ്പെടുന്നവരുമായ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എന്തുകൊണ്ട് എനിക്ക് സന്തോഷം കുറഞ്ഞു പോകുന്നു?
പലപ്പോഴും നമുക്ക് നമ്മളുടെ വില മനസ്സിലാകുന്നില്ല. എല്ലാവരോടും നമ്മൾ പറയും, എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നോട് ആരും സംസാരിക്കുന്നില്ല, എന്നോട് ആരും ആലോചന ചോദിക്കുന്നില്ല, എന്നെ ഒരിടത്തും കൊണ്ടുപോകുന്നില്ല, എന്നെ വെറും ഒരു ആവശ്യമില്ലാത്ത പാഴ്വസ്തുവായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന എന്റെ കൂടെയുള്ളവര്, അതെന്റെ അപ്പനോ അമ്മയോ മക്കളോ ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ സഹോദരിമാരോ ഒക്കെയാകാം, അവർക്കാർക്കും എന്നെ ആവശ്യമില്ല. ഞാൻ വെറും ഒരു പഴയ വസ്തുവായി പോയി, വേസ്റ്റായൊരു ജീവിതമായി പോയി. നീ വാർദ്ധക്യത്തില് നീ നരവാദിക്കുമ്പോഴും ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ കൈകളിൽ താങ്ങുമെന്ന്. ജരാനരകൾ വാദിച്ച് പല്ല് പൊഴിഞ്ഞ് ശരീരത്തിന്റെ എല്ലാ ആകർഷണയും നഷ്ടപ്പെട്ട് സംസാരശേഷി നഷ്ടപ്പെട്ട് കണ്ണു കാണാതെ നീ നിന്റെ വീടിന്റെ മൂലയില് അകപ്പെട്ടിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, നരവാദിക്കുമ്പോഴും നിന്റെ കർത്താവ് നിന്നെ താങ്ങുമെന്ന്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള മാനസിക ശാരീരിക ഭൗതികമായ പീഡകളിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ നിലകൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ ശിഷ്യന്മാരോട് കൂടെ പ്രാർത്ഥിച്ചവളിൽ ഒരുവളാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മധ്യസ്ഥതയിലാണ് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രാവിന്റെ രൂപത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനുഭവമില്ല, അഭിഷേകമില്ല എങ്കിൽ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് പുത്രനോട് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന്റെ മേല് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇത് എങ്ങനെയാണ് എന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നു. 12-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തില് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ ഈ പിശാച് പുറപ്പെടുമ്പോൾ അവളുടെ സന്തതികളോടാണ് പിശാച് യുദ്ധം ചെയ്യുക. അവളുടെ സന്തതികൾക്കാണ് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്, കഷ്ടതയുണ്ടാകുന്നത്, വേദനകൾ ഉണ്ടാകുന്നത്, രോഗമുണ്ടാകുന്നത്, നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്, ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത്, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നെങ്കിൽ നീ ഓർക്കുക, നീ നിന്റെ പരിശുദ്ധ അമ്മയുടെ സന്താനമാണ്. അതെങ്ങനെയാണ്? ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ. അപ്പോൾ ഇവർക്കാണ് പ്രതിസന്ധിയുള്ളത്. ദൈവകൽപ്പനകൾ കാക്കുന്നവർക്കും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരെയുമാണ് ദുഷ്ടശക്തികൾ വേട്ടയാടുക. അവന്റെ കസ്റ്റഡിയിലുള്ളവരെ ആരും അവൻ ഉപദ്രവിക്കുകയില്ല. അവർക്കൊരു ക്ലേശവുമില്ല, അവർക്കൊരു ദുരിതവുമില്ല, അവർക്കൊരു കഷ്ടതയുമില്ല, അവർക്കൊരു ആകൃതിയുമില്ല, അവർക്കൊരു ചിന്തയുമില്ല. അവരിങ്ങനെ സുഖങ്ങളുടെ പുറകെ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ലോകത്തിന്റെ സുഖങ്ങളുടെ പുറകെ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും യേശുവിന്റെ അമ്മയെ സ്വന്തം ജീവിതത്തിന്റെ അമ്മയായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലും പിശാച് നിരവധിയായ ക്ലേശങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ക്ലേശങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ദൈവം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ഇക്കാരണത്താലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് യേശുവിന്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഉയർത്താനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തില് നമ്മളറിയാതെ നമ്മുടെ ബുദ്ധിക്കോ, നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ശക്തിക്കോ നമ്മുടെ അറിവിനോ നമ്മുടെ പണത്തിനോ ചെയ്തു തരാൻ കഴിയാത്ത കാര്യങ്ങൾ നിറവേറ്റുവാൻ കാനായിലെ കല്യാണ വിരുന്നിന്റെ വീട്ടില് അവരറിയാതെ അവരുടെ നിഴലായി പരിശുദ്ധ അമ്മയും യേശു ക്രിസ്തുവും ശിഷ്യരും ദൈവദൂത ഗണങ്ങളും ഉണ്ടായിരുന്നു. അവർക്കത് മനസ്സിലായില്ല. പരിശുദ്ധ അമ്മയെ സ്ത്രീയായിട്ട് കണ്ടു, യേശുവിനെ ഒരു റബിയായിട്ട് കണ്ടു. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവിടെ കൂടിയിരുന്നവരുടെ ജീവിതത്തിലെ നിഴലായിട്ട് യേശു അവിടെ ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു, അതുപോലെ ശിഷ്യരുണ്ടായിരുന്നു, ദൈവദൂതന്മാരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അരികിലേക്ക് അവരാരും ആവശ്യപ്പെടാതെ ഏറ്റവും പുതിയത്, ഏറ്റവും നല്ലത് അവസാനം വരെ കാത്തു സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവർക്ക് വിളമ്പിയ യേശുവിന്റെ കരങ്ങള്
ഇന്നും നിങ്ങളുടെയും എന്റെയും ജീവിതത്തില് നിഴലായിട്ട് കടന്നു വരുന്നുണ്ട്. നമ്മുടെ വേദനകളുടെ മുകളില്, നമ്മുടെ നൊമ്പരങ്ങളുടെ മുകളില്, നമ്മുടെ കഷ്ടതകളുടെ മുകളില്, നമ്മുടെ ഓരോ തരത്തിലുള്ള നിരാശകളുടെ മുകളില് അവൻ അനുഗ്രഹം ചൊരിയുവാനായി നമ്മുടെ നിഴലായി നമ്മുടെ ഉള്ളിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. അതിനാല് നമ്മുടെ എല്ലാ വേദനകളെയും അവൻ സ്വാന്തനപ്പെടുത്തുന്ന, അവന്റെ സ്വാന്തനത്തിന്റെ കുളിരായി അവൻ ഒഴുക്കുന്ന ആത്മാവിന്റെ കാറ്റിന്റെ ആ വലിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ ഗായക സംഘത്തോട് ചേർന്ന് ഈ ഗാനത്തിന്റെ ഈരടികൾ പാടി അവിടുത്തെ മഹത്വപ്പെടുത്താം. നീ അറിയാതെ അരികിൽ വരും ദൈവം, സാന്ത്വനമേകും കുളിരായി തഴുകി വരും ദൈവം. ഈ ദൈവത്തിന്റെ തലോടല് സാന്ത്വനങ്ങൾ അനുഭവിച്ചറിയുന്ന നിമിഷമാണ്. അതുകൊണ്ട് ആഗ്രഹത്തോടെ, വലിയ വിശ്വാസത്തോടെ എന്നിലെ നിഴലായി വരുന്ന കർത്താവ് എനിക്കിതുവരെ അസാധ്യമായിരുന്ന കാര്യങ്ങൾ ഇന്ന് സാധ്യമാക്കി തരും. കാനായിലെ കല്യാണ വിരുന്ന് നടന്ന അതേ അത്ഭുതം ഇന്ന് നിന്റെ ജീവിതത്തില് ഇവിടെ നടക്കും. ചേർന്ന് പാടാം. സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം. വീണ്ടും. നീയറിയാതെ നിന്നിഴലായി അരികിൽ വരും ദൈവം. സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയോ ഉറക്കം തൂങ്ങുകയോ ഇല്ല. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയുള്ളതാണ്. അതുകൊണ്ട് അവന്റെ ദൃഷ്ടിയിൽ നിന്ന് നിനക്ക് മറിഞ്ഞിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവൻ ഒരിക്കലും കണ്ണിമ പൂട്ടാതെ ഓരോ ദിനത്തിലെ ഓരോ നിമിഷങ്ങളിലും അവൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ സ്നേഹത്തിന്റെ അമൃതം നിന്റെ കരളിലെ സ്നേഹത്തിന്റെ സന്തോഷമായി നൽകിക്കൊണ്ട് അവൻ എപ്പോഴും നിന്റെ മേല് വലിയ മഴ പോലെ അനുഗ്രഹം വർഷിക്കുന്നു. അതിനാല് നമ്മുടെ ജീവിതത്തില് അവൻ എന്നെ മറന്നുപോയോ, ദൈവം എന്നെ മറന്നുപോയോ എന്ന ചോദ്യം എപ്പോഴെങ്കിലും നമ്മൾ അവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചുകൊണ്ട്, ഒരിക്കലും കണ്ണിമ പൂട്ടാത്തവൻ, ഉറക്കം തൂങ്ങുകയോ മയങ്ങുകയില്ലാത്തവൻ, ഇസ്രായേലിന്റെ കാവൽക്കാരൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റുപാടാൻ നമുക്ക്. കണ്ണിമ പൂട്ടാതോരോ ദിനവും കാവലിരിക്കുന്നു ദൈവം. ഉറപ്പിച്ച് പാടാം. കരളിൽ സ്നേഹത്തിൽ അമൃതം ചൊരിയും വരമായി പൊഴിയുന്നു ദൈവം. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണിമ പൂട്ടാതോരോ ദിനവും വിശ്വാസത്തോടെ കാവലിരിക്കുന്നു ദൈവം. കരളിൽ സ്നേഹത്തിൽ അമൃതം ചൊരിയും വരമായി പൊഴിയുന്നു ദൈവം. നീയറിയാതെ എല്ലാവരും ചേർന്ന് നിഴലായി അരികിൽ വരും ദൈവം. സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം. യേശു വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് ചോദിച്ചു, ഞാനും വരട്ടെയോ എന്ന്. പത്രോസിനോട് വരാൻ പറഞ്ഞു യേശു. പത്രോസ് വഞ്ചിയിൽ നിന്നും ഇറങ്ങി കടലിന്റെ മുകളിലുള്ള വെള്ളത്തിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ തിരമാലകൾ ഉയർന്നു പൊന്തിയപ്പോൾ ആ തിരമാലകൾക്ക് അപ്പുറത്ത് യേശുവിനെ കാണാൻ കഴിയാതെ വന്നപ്പോൾ പത്രോസിന്റെ വിശ്വാസം ചോർന്നു പോയി. പത്രോസ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു.
ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, കഷ്ടതകളില്, നൊമ്പരങ്ങളില് അതിനെ ഓർത്ത് ആ പ്രയാസങ്ങളെ നോക്കിക്കൊണ്ട് അമ്പരപ്പോടെ നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ വിസ്മരിച്ചു പോകുന്നു. അവന്റെ സ്പന്ദനവും തന്നോടലും പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ നിന്ന അവസ്ഥയിൽ നിന്ന് താഴോട്ട് താഴുന്നു. അത് ചിലപ്പോൾ പാപത്തിന്റെ കുഴിയിലേക്കാകാം, പാപത്തിന്റെ ആഗ്രഹങ്ങളിലേക്കാകാം താഴ്ന്നു പോകുന്നത്. അവിടെ നിന്നും നിന്നെ കോരിയെടുക്കുവാൻ നിന്റെ മുമ്പില് വെള്ളത്തിന്റെ മുകളില് നിന്നെ അത്ഭുത അനുഭവത്തിലേക്ക് നയിച്ചവൻ കരം നീട്ടി നിൽക്കുന്നുണ്ട്. നീ താഴ്ന്നു പോകുമ്പോഴ്, പാപത്തിന്റെ ചുഴിയിൽ താഴ്ന്നു പോകുമ്പോഴ് അവനെ വിളിച്ചാല് അവൻ കരം നീട്ടി നിന്നെ ഈ ചുഴികളിൽ നിന്നും രക്ഷിക്കും. അവൻ നിന്റെ ആത്മാവില് കാരുണ്യത്തിന്റെ പൂന്തേൻ ചൊരിഞ്ഞുകൊണ്ട്, നല്ല അനുഭവം ചൊരിഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹത്തിൽ വളർത്തും. അതുകൊണ്ട് എവിടെയെല്ലാം പാപത്തിന്റെ സാഹചര്യത്തിന്റെ കുഴിയിൽ അകപ്പെട്ടു പോയോ, വീണുപോയോ, ഈ നിമിഷം വിളിക്കാം. അവൻ നിന്റെ ചാരത്തുണ്ട്. നിനക്ക് കരം നീട്ടി തരുവാൻ, നിന്റെ നിലവിളി കേൾക്കുവാൻ, നിന്റെ കരം നീട്ടിയ കരത്തിൽ സ്പർശിക്കുവാൻ അവൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് പാടാം, നമുക്ക് സ്നേഹത്തോടെ പാടാം. എന്റെ പാപത്തിൻ ചുഴിയിൽ നിന്നും കോരിയെടുക്കുന്നു ദൈവം. നിന്നാത്മാവിൻ കാരുണ്യത്തിൽ പൂന്തേ ചൊരിയുന്നു ദൈവം. പാടാം. എന്റെ പാപത്തിൻ ചുഴിയിൽ നിന്നും കോരിയെടുക്കുന്നു ദൈവം. എല്ലാവരും ചേർന്ന് പാടാം. നിന്നാത്മാവിൻ കാരുണ്യത്തിൽ പൂന്തേ ചൊരിയുന്നു ദൈവം. നീ അറിയാതെ അരികിൽ വരും ദൈവം. സാന്ത്വനമേകും കുളിരലയായി ഒഴുകി വരും ദൈവം. ഒഴുകി വരുന്ന ദൈവത്തെ കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അവനെ സ്വാഗതം ചെയ്യാം. വിശുദ്ധരോടും പരിശുദ്ധാമ്മയോടും സകല മാലാഖമാരോടും ദൂതന്മാരോടും ചേർന്ന് അവനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അവനെ കണ്ടാൽ എന്ന പോലെ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചാൽ എന്ന പോലെ, അവൻ നൽകുന്ന അഭിഷേകത്താൽ അവനെ സ്തുതിക്കാൻ നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ.